ഹായ് ഫ്രണ്ട്സ്, എസ് സ്വാമിനാഥൻ, ചൗധരി ചരൺ സിംഗ്, PV നരസിംഹറാവു എന്നീ 3 പേർക്ക് കൂടി ഭാരത് രത്ന അവാർഡ് നൽകാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചു. ഈ വർഷം ഭാരത് രത്ന നൽകുന്ന അവാർഡുകളുടെ എണ്ണം 5 ഇനിയും കൂടിയേക്കാം. ഇലക്ഷൻ വരുമല്ലേ. ഈ അവാർഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് അപൂർവമായി നൽകപ്പെടുന്നുള്ളൂ എന്നുള്ളതാണ്. അതിലുപരി അതുല്യ പ്രതിഭകൾക്കാണ് നൽകപ്പെടുന്നത്. ഉദാഹരണം, സച്ചിൻ ടെണ്ടുൽക്കർ. ക്രിക്കറ്റിൽ അദ്ദേഹത്തിനൊപ്പം ഇന്ത്യൻ ക്രിക്കറ്റിൽ എന്നല്ല, ലോക ക്രിക്കറ്റിൽ തന്നെ ആരും തന്നെ ഇല്ല എന്ന് പറയാം. അങ്ങനെയുള്ളവർക്കാണ് സാധാരണയായി ഭാരത് രത്ന നൽകപ്പെടുന്നത്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആകെ 50 പേർക്ക് നൽകിയിട്ടുള്ളൂ എന്നുള്ളത് നമ്മൾ മറക്കരുത്. ഇങ്ങനെ ഓരോ ഇലക്ഷൻ വരുമ്പോഴും പ്രഖ്യാപിക്കാൻ തുടങ്ങിയാൽ ഇവരാരെങ്കിലും മോശക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല. ഇവരൊക്കെ മഹാന്മാർ തന്നെ. ഇതുപോലുള്ള മഹാന്മാർ എത്രയേറെ ഇന്ത്യയിലുണ്ട്, എത്രയേറെ ഉണ്ടായിരുന്നു. അവർക്കെല്ലാം ഈ അവാർഡ് നൽകാൻ തുടങ്ങിയാൽ ഭാരത് രത്ന അവാർഡിന്റെ അവസ്ഥ പത്മശ്രീയുടെ അവസ്ഥയിലേക്ക് എത്തിച്ചേരും. പത്മശ്രീയുടെ വില എന്താണെന്ന് പ്രാഞ്ചിയേട്ടൻ കണ്ടവർക്ക് നല്ല നിശ്ചയമാണ്. ഇത് വെറും വോട്ട് ബാങ്ക് പൊളിറ്റിക്സ്, രാഷ്ട്രീയ ലക്ഷ്യം, ഒരു സംശയവുമില്ല.